ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നാളെ മദ്രസ തുറക്കുകയാണ് കേട്ടോ. മിന്നുവിനും മുന്നുവിനൊക്കെ ഒന്നിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോകണം ആ ഒരു ഇൻട്രസ്റ്റിലാണ് കേട്ടോ അവർ. എന്നാ തുറക്കാമെന്ന് വെച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ ഭയം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മദ്രസയിൽ പോണതും വരുന്നതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോൾ ഡ്രസ്സും സാധനങ്ങളും എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും 2-3 കടയിൽ കയറൽ പതിവാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ ഒന്ന് പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് 2 പേർക്കും അബായ കിട്ടി. അപ്പോൾ അവിടെ 2 പേരുടെയും സൈസിലുള്ള മക്കന ഉണ്ടായിരുന്നില്ല. സിയമോൾക്ക് മാത്രമേ അവിടുന്ന് മക്കന കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വളാഞ്ചേരിക്ക് പോയിട്ട് ഏതായാലും ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ പിന്നെ വളാഞ്ചേരി പോയിട്ട് എനിക്ക് 2 സൈസിലുള്ള മക്കനൊക്കെ കിട്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ബാഗൊക്കെ വാങ്ങിച്ചു. പിന്നെ ഗൈഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് സ്റ്റോളിലേക്ക് ഞാനും കുട്ടികളും കൂടെ പോയി. അപ്പോൾ അവിടെ ഗൈഡ് എത്തണേ ഉള്ളൂ, എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഫാൻസി കയറി കേട്ടോ. സിയമോൾക്ക് ഫ്യൂഷൻ ഒപ്പനയ്ക്കുള്ള വള നോക്കാൻ വേണ്ടി കയറിയതാണ്. കുറേ തിരഞ്ഞിട്ടും അവൾക്ക് ഭാഗത്ത് അതേ കളറിലുള്ള വള കിട്ടിയില്ല കേട്ടോ. ഓറഞ്ച് കളറിലുള്ള കമ്പി വളയായിരുന്നു വേണ്ടത്. അതൊരു ഡസൻ വേണം, പക്ഷെ ആകെ അവിടെ 12 ഉണ്ടായിരുന്നുള്ളൂ അവളുടെ സൈസിലുള്ളത്. അപ്പോൾ അവിടുന്ന് പോന്നു. പിന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ അടക്കാനായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പോരുന്ന വഴി പിന്നെ മിഠായി വാങ്ങിക്കാൻ കയറി കേട്ടോ. നാളെ മദ്രസയിൽ മിഠായി കൊടുക്കണമല്ലോ, ആദ്യമായിട്ട് പോവുമല്ലേ. അപ്പോൾ അവിടുന്ന് മിഠായിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വരുന്ന വഴി ഒരു വണ്ടിയിൽ കുറച്ച് വത്തക്ക ഉണ്ട് കേട്ടോ. 4 50 രൂപ എന്ന് പറഞ്ഞപ്പോൾ അത് 4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വീട്ടിലെത്തി ഒരെണ്ണം കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇനി ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ ഒന്ന് കാണാം. അങ്ങനെ മോൻക്ക് മദ്രസയിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. മോന് 6 മണിയാകുമ്പോഴത്തേന് മദ്രസയിലെത്തണം. അപ്പോൾ അവനക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവന് ചായ മാത്രം കുടിക്കുള്ളൂ. ഈ ടൈമിൽ പിന്നെ ബേക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാമെന്നല്ലാണ്ട് അല്ലെങ്കിൽ പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് അവന് പോകലാട്ടോ പതിവ്. അവന് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് അവന് 7:30 ആകുമ്പോഴേക്കിന് സെക്കൻഡ് ബാച്ച് തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ അവനെ വിടും കേട്ടോ. അപ്പോൾ അവന് വീട്ടിൽ എത്തിയതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കലുള്ളത്. അപ്പം ഇനി മക്കൾ ചെറിയവരുണ്ടല്ലോ പോകാൻ. അപ്പോഴേക്കിന് അവർക്ക് പഴമൊക്കെ പുഴുങ്ങിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എളുപ്പപ്പണിയല്ല. ഒരു 7 മണിയാകുമ്പോഴത്തേന് അവർക്ക് പോകണം. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴമൊക്കെ വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മോന് പഴമൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ട് റെഡി ആയിട്ടാണ് പോവാൻ. അപ്പോൾ ഈ നേരത്തായതുകൊണ്ട് പെട്ടെന്ന് എത്താൻ ഉപ്പാനെയും കൂട്ടിയിട്ടാട്ടോ പോണത്. അല്ലെങ്കിൽ സൈക്കിളുള്ള സമയത്താണെങ്കിൽ സൈക്കിളിൽ പോവും. ഇപ്പോൾ സൈക്കിളിൽ കാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചിനെ വിളിച്ച് അവന് പോയിട്ട് അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ മിന്നുവിനെയും പൊന്നുവിനെയും സിയമോളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇന്ന് ആദ്യമായിട്ട് പോണതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണീറ്റു കേട്ടോ. ഇനി അങ്ങോട്ട് എന്താവും എന്നൊന്നും അറിയില്ല. അങ്ങനെ അവിടെ ബ്രഷൊക്കെ ചെയ്ത് വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മമ്മയാണ് കേട്ടോ വാരി കൊടുക്കുന്നത്. ഉമ്മമ്മക്ക് മിന്നുവിന് വാരി തിന്നാൻ ഭയങ്കര മടി. അപ്പോൾ ഉമ്മമ്മ വാരി കൊടുത്ത് മക്കനെ കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ 3 മക്കനെ കുട്ടികൾ ഇതാ മദ്രസയിൽ പോകാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. എന്നിട്ടിപ്പോൾ 3 ആളും കൂടെ ഉപ്പപ്പാനോടൊക്കെ മദ്രസയിൽ പോവാൻ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. അടുത്തോളം പറയാ. അങ്ങനെ മിന്നും പൊന്നും ആദ്യമായി മക്കനൊക്കെ ഒരു പിടിച്ചിക്കണല്ലോ. എങ്ങനെയുണ്ട് മദ്രസ്? അതെന്തേ പറഞ്ഞു? സിയന്റെ ക്ലാസ് എങ്ങനെയുണ്ട് ഉസ്താദോ? എനിക്ക് പുസ്തകം കിട്ടിയില്ലേ? മിഠായി കൈ കൊണ്ട് പൊളിക്ക്.
കവറ് കൈകൊണ്ട് പൊളിക്കാം. കളർ